ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂണിഫോമിൻ്റെ പാൻറ്, ഗേൾസ് പാൻ്റാണ്. യൂണിഫോമിൻ്റെ പാൻറ് ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് തുണിയിൽ അടയാളപ്പെടുത്തുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഞാനിവിടെ തുണി ഫുൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്ന അളവ് എന്ന് പറയുന്നത് വേസ്റ്റ് വണ്ണമാണ്, അതായത് ഇടുപ്പ് വണ്ണം. ആദ്യം നമ്മൾ അതാണ് അളവെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതെന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ അളവാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഉള്ള നീളം, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്ന് പറയുന്നത് 10.5 10.5 എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ, നമ്മുടെ വേസ്റ്റിൻ്റെ, അതായത് ഇടുപ്പ് വണ്ണം എന്ന് പറയുന്നത് 28ആണ്. 28നെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 7ആണ് കിട്ടുന്നത്. 7നോട് 1 കൂട്ടി, 1 എന്ന് പറയുന്നത് സീം അലവൻസ് ആണ്, അതായത് തയ്യൽ തുമ്പും കൂട്ടി അതിൻ്റെ കൂടെ എന്ത് കൂട്ടുന്നു, നമ്മളൊരു 2.5 2.5 കൂടെ കൂട്ടുന്നു. അങ്ങനെയാണ് 7 + 1 + 2.5 10.5 എന്ന് കിട്ടുന്നത്. 2.5 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ തുടവണ്ണം എടുക്കും, അതാണ് സീറ്റിൽ നിന്നും വേസ്റ്റ് മൈനസ് ചെയ്യും, എന്നിട്ട് അതിനെ /4 ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ്, എനിക്കിവിടെ കിട്ടിയതാണ് 2.5. അതാണ് നമുക്കിവിടെ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 10.5 എന്ന് കിട്ടി. അതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ വര, അതായത് ഈ നീളം എങ്ങനെ വന്നു എന്നാണ്. ഇതിന് പറയുന്ന പേരാണ് ഹൈ വേസ്റ്റ്. തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവെന്ന് പറയുന്നത് നമ്മുടെ സീറ്റാണ്. സീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന അളവ് 38.5ആണ്. അപ്പോൾ നമുക്ക് എത്രയാണോ സീറ്റ് കിട്ടുന്നത് അതിനെ /4 ചെയ്യുക, അതിനെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിനോട് 0.5ഉം അതിനോടൊപ്പം തന്നെ 1.5ഉം കൂട്ടുക. അപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ നീളം കിട്ടുക. എനിക്ക് 38.5ആണ്, ഞാൻ അതിനെ 4 കൊണ്ട് ഭാഗിച്ചു. 0.5ഉം 1.5ഉം ചേർത്ത് 11.5 എന്ന് കിട്ടി, അതായത് 11.5. അതാണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം. ഇനി നമ്മൾ ക്രോച്ച് ലെങ്ത്, അതായത് ഇവിടം വരെയുള്ള നീളമാണ് എടുക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ എടുത്ത അതേ നീളം ഈ 11.5 അളന്നെടുത്ത് അവിടെ നിന്നും ഇങ്ങോട്ട് എടുക്കാം. ഇവിടെയും 10.5ആണ്, ഇവിടെയും 10.5ആണ്, ഇവിടെ 11.5ആണ്. ഇങ്ങനെ വരച്ചതിന് ശേഷമാണ് നമ്മൾ ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ സീറ്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് സീറ്റ് എന്ന് പറയുന്നതിന് അളവുണ്ടാകും. ആ അളവിനോട് എന്ത് ചെയ്യുക, 3 ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 0.5 കൂട്ടുമ്പോൾ എനിക്കിവിടെ 13.333 അങ്ങനെയാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 13 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്ന് പറയുന്നത് 13ആണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ പാൻറ്റിന് വേണ്ടുന്ന ആകെ നീളമാണ്. എനിക്കിപ്പോൾ ഒരു പാൻറ്റിന് ആകെ നീളം വേണ്ടത് എന്ന് പറയുന്നത് 40ആണ്. 40 നമ്മളിവിടെ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, കാര്യം നമ്മൾ ഈ പാൻറ്റിന് മുകളിൽ ഒരു പട്ട പോലെ ഒരു സംഭവം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 ഇഞ്ച് കുറച്ചെടുക്കുകയാണ്. പക്ഷെ നമ്മളിവിടെ ഫുള്ളായിട്ട് നോക്കുമ്പോൾ 40 വരും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ 40ൽ നിന്നും 2 ഇഞ്ച് കുറച്ച് 30 എടുക്കുന്നു. താഴെ മടക്കി അടിക്കാൻ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും വിടുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ മുഴുവൻ ഇവിടം തൊട്ട് നമ്മൾ ഈ അടയാളപ്പെടുത്തി എടുക്കുന്നതും തൊട്ട് ഇവിടം വരെ 40ആണ് വരുന്നത്.